പശ്ചിമേഷ്യയിൽ സംഘർഷം ദിനംപ്രതി രൂക്ഷമാകുന്നതിനിടെ ആഗോള ശക്തി സമവാക്യങ്ങളെ തന്നെ ബാധിക്കാവുന്ന പുതിയ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള തന്ത്രപ്രധാനമായ സൈനിക സഹകരണം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഡ്രോണുകൾ, മരുന്നുകൾ, ആഹാര സാധനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വലിയൊരു കൈമാറ്റം പൂർത്തിയാക്കാൻ റഷ്യ ഒരുങ്ങുന്നതായി പാശ്ചാത്യ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇറാനിൽ നടന്ന ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഡ്രോൺ കൈമാറ്റത്തെക്കുറിച്ചുള്ള രഹസ്യ ചർച്ചകൾ ആരംഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ഷാഹിദ് 136 ഡ്രോണിന്റെ പരിഷ്കരിച്ച പതിപ്പായ ഗരാൻ 2 ഇറാനിലേക്ക് കൈമാറപ്പെടുന്നുണ്ടാകാമെന്ന സൂചനകളും പുറത്തുവരുന്നു. ഈ ഡ്രോണുകൾക്ക് കൂടുതൽ ഭാരമേറിയ പെലോഡുകൾ വഹിക്കാനുള്ള കഴിവും ആന്റി ജാമിംഗ് സാങ്കേതിക വിദ്യയും മെച്ചപ്പെട്ട നാവിഗേഷൻ സംവിധാനങ്ങളും ഉള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത്തരം സാങ്കേതിക പുരോഗതികൾ ഇറാന്റെ ഡ്രോൺ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അതിനെ കൂടുതൽ അപകടകാരിയാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയം സൈനിക സഹായം ഡ്രോണുകളിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ, ഇന്റലിജൻസ് ലക്ഷ്യമിടൽ സഹായങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയും റഷ്യ ഇറാനുമായി പങ്കുവയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ വിലയിരുത്തുന്നു. 500 വെർബ ലോഞ്ചറുകളും 2500 മിസൈലുകളും ഉൾപ്പെടുന്ന ഒരു വലിയ വ്യോമ പ്രതിരോധ പാക്കേജ് പോലും റഷ്യ പദ്ധതിയിട്ടതായി സൂചനയുണ്ട്. എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ S-400 പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ നൽകുന്നതിൽ റഷ്യ ഇപ്പോഴും ജാഗ്രത പുലർത്തുകയാണ്. ഈ മാർച്ച് മാസം ആദ്യം തുടങ്ങിയ ചരക്ക് നീക്കം മാസാവസാനത്തോടെ പൂർത്തിയാകുമെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം ഈ വാർത്തകൾ വ്യാജമാണെന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചത്. ഇറാനിയൻ നേതൃത്വവുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം സമ്മതിച്ചെങ്കിലും മരുന്നുകൾ ഉൾപ്പെടെയുള്ള മാനുഷിക പരിഗണനയിലുള്ള സഹായങ്ങൾക്കാണ് റഷ്യ മുൻഗണന നൽകുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 13 ടൺ മരുന്നുകൾ ഇതിനോടകം തന്നെ അസർബൈജാൻ വഴി ഇറാനിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ആയുധങ്ങൾ കൈമാറുന്നതിനൊപ്പം തന്നെ ഇറാനുമായുള്ള ഇന്റലിജൻസ് സഹകരണവും റഷ്യ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ, ടാർഗറ്റിംഗ് ഡേറ്റ, വിപുലമായ ഇന്റലിജൻസ് പിന്തുണ എന്നിവ റഷ്യ ഇതിനോടകം തന്നെ ഇറാന് നൽകി കഴിഞ്ഞു. ഇറാന്റെ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഇറാനിലെ രാഷ്ട്രീയ സാഹചര്യം സ്ഥിരപ്പെടുത്താനും റഷ്യയുടെ ഈ പിന്തുണ സഹായിക്കുമെന്ന് മുതിർന്ന പാശ്ചാത്യ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ പ്രധാന യുദ്ധതന്ത്രമായി ഇറാൻ കാണുന്ന വൺ വേ അറ്റാക്ക് ഡ്രോണുകളുടെ ഉൽപാദനത്തിലും റഷ്യ വലിയ സഹായമാണ് നൽകുന്നത്. റഷ്യ ഇറാൻ സഹകരണം ഭാവിയിലെ ആഗോള രാഷ്ട്രീയത്തിൽ നിർണായക ഘടകമാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. പശ്ചിമേഷ്യയിൽ ഇറാന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരുന്ന ഇസ്രയേലിനും റഷ്യയുടെ സൈനിക സഹായം വലിയ വെല്ലുവിളിയാണ്. റഷ്യൻ ഡ്രോണുകൾ ഇറാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നത് മേഖലയിലെ ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങൾ ഈ വിഷയത്തിൽ നിർണായകമാകും. ഇറാനിയൻ ഡിസൈനുകളെ അടിസ്ഥാനമാക്കി 2023 മുതൽ റഷ്യ സ്വന്തമായ ഡ്രോണുകൾ നിർമ്മിച്ചു വരികയായിരുന്നു. നിലവിൽ ഇറാൻ നിർമ്മിക്കുന്ന ഡ്രോണുകളേക്കാൾ സാങ്കേതികമായി ഏറെ മുന്നിലുള്ള സംവിധാനങ്ങളാണ് റഷ്യ വികസിപ്പിച്ചിരിക്കുന്നത്. ഡ്രോണുകളുടെ എഞ്ചിനുകളിലും നാവിഗേഷൻ സംവിധാനങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയ റഷ്യ ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് കൂടുതൽ ഭാരം വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശത്രുക്കളുടെ സിഗ്നൽ ജാമിങ്ങുകളെ പ്രതിരോധിക്കാനുള്ള കഴിവും ഈ പുതിയ ഡ്രോണുകൾക്കുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഡ്രോണുകൾ ലഭിക്കുന്നതിനേക്കാൾ തങ്ങളുടെ സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നതിലാണ് താൽപര്യമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ജറാൻ 2 പോലുള്ള അത്യാധുനിക റഷ്യൻ ഡ്രോണുകൾ സ്വന്തമാക്കി അവ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി പഠിക്കാനും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാനുമാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രകാരം അമേരിക്കയുടെയും ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇത്തരം സാങ്കേതിക സഹായങ്ങൾക്കായി ഇറാൻ റഷ്യയെ സമീപിച്ചത്. ഡ്രോണുകൾക്ക് പുറമെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ റഷ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 500 വെർബ ലോഞ്ച് യൂണിറ്റുകളും 2500 മിസൈലുകളും 3 വർഷത്തിനുള്ളിൽ കൈമാറാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ ഡിസംബറിൽ ധാരണയിലെത്തിയിരുന്നു. എന്നാൽ ഏറ്റവും നൂതനമായ S-400 വ്യോമ പ്രതിരോധ സംവിധാനം നൽകണമെന്ന ഇറാന്റെ ആവശ്യം റഷ്യ തള്ളിക്കളഞ്ഞു. ഈ സംവിധാനം നൽകുന്നത് അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കുമെന്ന ഭയമാണ് റഷ്യ ഇതിൽ നിന്നും പിന്നോട്ട് നയിച്ചതെന്നും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.